ഇതെൻ്റെ ആദ്യത്തെ ഫാമിലി വ്ളോഗ് കേട്ടോ. ഞങ്ങൾ ഇന്ന് പോകുന്നത് കുംബ്ലയിലുള്ള എക്സ്പോയിലാണ്. ഇതാണ് നമ്മുടെ ഹോം ടൗൺ ബന്ദിയോട്. ഇവിടെ നിന്ന് ഞാൻ സ്ഥിരം പെട്രോൾ അടിക്കാറുള്ള പമ്പിൽ കയറി പെട്രോൾ അടിച്ച് യാത്ര തുടർന്നു. ഇവ നോക്കുന്ന എന്തിനാണെന്നറിയോ? ഇത് ഇവൻ്റെ റിസർവ്ഡ് സീറ്റാണ്. അവിടെ എൻ്റെ ഭാര്യയ്ക്ക് പോലും ഇരിക്കാനുള്ള അനുവാദം അവൻ കൊടുക്കൂല. ഈ കാണുന്നതാണ് ഈ അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ആ ടോൾ. അങ്ങനെ ഞങ്ങൾ ടോളും താണ്ടി കുംബ്ലയുടെ സർക്കിളും താണ്ടി നമ്മുടെ എക്സ്പോയുടെ അടുത്തെത്തി. ഇവിടെ നോക്കുമ്പോൾ പാർക്കിംഗ് ഫുള്ളാണ്. പിന്നെ ഞാൻ എൻ്റെ വൈഫിനെ ഇറക്കി ഒരു 100 മീറ്റർ മാറിയപ്പോൾ ഒരു സ്പേസ് കണ്ട് അങ്ങനെ വണ്ടി കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് മോനെയും കൊണ്ട് ഞാനിങ്ങ് വന്നു. വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. സാധാരണ എല്ലാ എക്സ്പോയിലും കാണുന്ന പോലത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും. എന്തായാലും എൻ്റെ 2 മക്കളും ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് ഇവൻ ഫോട്ടോക്ക് പോസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ചമ്മലുകാരനാണ്. അതുകൊണ്ടാണ് ഈ കോപ്രായം കാണിക്കുന്നത്. ഇതൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു. നമ്മുടെ പാപ്പി വല്ലാതെ അങ്ങ് സന്തോഷത്തിലായിരുന്നു. ഞാനുണ്ട് വന്നിട്ട് ഇരിക്കപ്പോ അതാ ആടുന്ന അവിടെ നിന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് വൈഫിൻ്റെ ഉമ്മാനെ കാണുന്നത്. കണ്ട ഉടനെ ഇസാനെയും കൊണ്ടുപോയി ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കൊടുത്ത് ഉമ്മാൻ്റെ സ്നേഹം പ്രകടിപ്പിച്ച്. അപ്പോഴാണ് റിജു എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഗെയിംസ് കളിച്ചാലോ. പിന്നൊന്നും നോക്കിയില്ല, കളിക്കാൻ അങ്ങ് തുടങ്ങി. ഈ ഭാഗ്യമില്ലാത്തവന്മാർക്ക് പിന്നെ എത്ര സിമ്പിൾ ഗെയിം ആയാലും കാര്യമില്ലെന്നല്ലേ. നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാലും പോകുന്നത് 2ലും 1ലൊക്കെയാണ്. അവസാനം എല്ലാം കൂടി കൂട്ടി നോക്കിയപ്പോൾ 12 കിട്ടിയ സമ്മാനമാണ് ദാണ്ടെ ഇത്. അപ്പോഴാണ് ഈ വഴി ശ്രദ്ധിക്കുന്നത്. അത് കയറി നോക്കിയപ്പോഴോ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അവിടുന്ന് ഫോട്ടോ ഫ്രെയിമും അതുപോലെ തന്നെ കിട്ടുന്നുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത്. ഇതോടുകൂടി എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോഴാണ് പിന്നൊരു വഴി കാണുന്നത്. അകത്ത് കയറി നോക്കിയപ്പോഴോ ഇതാണ് കാഴ്ച. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ആംബിയൻസും പിന്നെ കൂടെ വരുന്ന മ്യൂസിക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സെറ്റപ്പായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ പാപ്പിക്ക് എന്നോട് എന്തോ ഒരുപാട് കഥ പറയാനുണ്ടായിരുന്നു. അവൻ്റെ ഭാഷയിൽ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പാപ്പിയാണ്. റിജുവിന്റെ നിർബന്ധപ്രകാരം ഒരിക്കൽ കൂടി ഗെയിംസ് കളിച്ചു. അതും ഭൂലോക തോൽവിയായി. അവസാനം ഈ ബോളോടുകൂടി ഞാൻ മനസ്സിലാക്കി ഇതെനിക്ക് പറ്റിയ പണിയല്ല. അങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇസാം പറയുന്നത് പൊട്ടാറ്റോ ട്വിസ്റ്റർ വേണോ. അവിടെ ചെന്ന് ഓർഡർ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ സാധനം വന്നു. ഇതിനകത്ത് എന്തെന്നാ ഉള്ള ഇതിനും മാത്രമൊന്നും എനിക്കറിയില്ല. പാപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇസാൻ ഇതെങ്ങനെ കഴിക്കണമെന്ന് അറിയാണ്ട് കുറച്ചു നേരം നിന്നെങ്കിലും കഴിച്ചു തീർത്തു. നമ്മൾ എവിടെ പോയാലും വിടാത്തൊരു സാധനമാണല്ലോ ചായ. എക്സ്പോയുടെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ചായയുടെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ സമൂസയും ചായയും ഓർഡർ ചെയ്ത് നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് കടികളുണ്ട്. ഞങ്ങൾ ഇത് മാത്രമേ എടുത്തുള്ളൂ. എന്തോ നല്ല മനസ്സ് നിറഞ്ഞു കുടിച്ചൊരു ചായ. നല്ല അടിപൊളി ചായ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് നേരം ഞങ്ങളെ കാത്തിരുന്ന് മുഷിഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഒറ്റയ്ക്ക് നമ്മുടെ ഈ ദാസേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.